യുഎസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയെ വിഴുങ്ങിയ കാട്ടുതീ ഇപ്പോഴും അവിടെ സംഹാര താണ്ഡവമാടുകയാണ്. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൗറി, കാൻസസ്, കെൻഡക്കി, വെർജീനിയ, മേരിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കെയാണ് കാലിഫോർണിയയെ കാട്ടുതീ വിഴുങ്ങിയത്. വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീയുടെ സീസൺ. വരണ്ട കാലാവസ്ഥയാണ് അതിന് പ്രധാന കാരണം. വർഷത്തിൽ പരമാവധി 78 വരെ ഫയർ ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. തെക്കൻ കാലിഫോർണിയയിലെ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയാണ്, പ്രത്യേകിച്ച് പസഫിക് പാലിസേഡ്സിലേത്. മഴ ലഭ്യമല്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും. അതേസമയം വർഷാവസാനത്തിൽ ശൈത്യവും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനാൽ കാട്ടുതീകൾ താരതമ്യേന കുറവാണ്. ജനുവരി മുതൽ മാർച്ച് വരെ വലിയ കാട്ടുതീ മുന്നറിയിപ്പ് ഉണ്ടാകാറില്ല. എന്നാൽ 2012 മുതൽ 2024 വരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് 2025 ജനുവരി 9 സംസ്ഥാനത്തുണ്ടായത് 50 ഫയർ അലേർട്ടുകളാണ്, അതായത് 40 മടങ്ങ് കൂടുതൽ. കഴിഞ്ഞ 8 മാസമായി ലോസ് ആഞ്ചലസിൽ മഴ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശരാശരി താപനില പരമാവധി 62.24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മണിക്കൂറിൽ 100 മൈൽ വേഗത്തിൽ വീശുന്ന വരണ്ട കാറ്റായിരുന്നു തീ ആളിക്കത്താൻ കാരണമായത്. കാട്ടുതീയിൽ ഇതുവരെ 24 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.